കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് സ്തോത്രം. അവൻ്റെ നിറവിൽ നിന്ന്, ആരുടെ നിറവിൽ നിന്ന്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവ് ആരാണ്? എന്തിലൊക്കെയാണ് യേശുവിൻ്റെ മേലുണ്ടായിരുന്നത് നിറവ്? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ അത് എന്തിലൊക്കെയാണ് നിറവെന്ന് പറയുമ്പോൾ 14-ാം വാക്യം നമ്മൾ വായിക്കണം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ എന്തിലൊക്കെയാണ് കർത്താവിന് നിറവുണ്ടായിരുന്നത്? 1, കൃപയിൽ അവൻ നിറവുള്ളവനായിരുന്നു. 2, സത്യത്തിൽ അവൻ നിറവുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപ മേൽ കൃപ. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, ദൈവം നമുക്ക് നൽകുന്ന ഒന്നാണ് കൃപ മേൽ കൃപ. കൃപയല്ല, കൃപ മേൽ കൃപ. നിറവിന്മേൽ ഒരു നിറവ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ, ശാരീരിക, മാനസിക, കുടുംബ, തലമുറ, വാഗ്ദത്ത, സാമ്പത്തിക, ജോലി മേഖല, ഭാവി തലങ്ങൾ, എവിടെയെങ്കിലും ശൂന്യതകൾ ചലിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ശൂന്യത മാറി ഒരു നിറവ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കാൻ പോകുകയാണ്. മരുഭൂമിയുടെ മണ്ണിൽ സ്തോത്രം ഇറച്ചിക്ക് വേണ്ടി ആഗ്രഹിച്ച, അപ്പത്തിന് വേണ്ടി കൊതിച്ച ഇസ്രായേൽ ജനത്തിന് അപ്പവും ഇറച്ചിയും നിറവോളം കൊടുത്തൊരു ദൈവമുണ്ട്. അല്ല മാത്രമല്ലേലൂയ്യ. ഒരപ്പമുണ്ടാക്കി തിന്ന് മരിക്കാനിരുന്ന സാരഭാത്തിലെ വിധവയുടെ അടുക്കൽ പോയി ഏലിയാവിലൂടെ സ്തോത്രം ആ ക്ഷാമകാലത്ത് കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ കുറയാതെ ക്ഷാമകാലത്തും ക്ഷേമമായി പോറ്റി ഒരു നിറവിൻ്റെ കർത്താവ് അവിടെ ചലിക്കുവാൻ തക്കവണ്ണം ഇട വന്നു. സ്തോത്ര. മക്കൾ കടക്കാർ വന്ന് പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് എലിശയുടെ അടുക്കൽ വന്ന് പറഞ്ഞ് ആ സഹോദരിയുടെ ജീവിതത്തിനകത്ത് സ്തോത്രമല്ലേ ഒരു മാത്രം എണ്ണ കൊണ്ട് അവളുടെ കടഭാരം മുഴുവൻ മാറി അവളുടെ ജീവിതം നിറവിലേക്ക് പോയത് ദൈവത്തിൽ നിന്ന് ഒരു നിറവ് ചലിച്ചത് കൊണ്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, നിങ്ങളുടെ വാഗ്ദത്ത മേഖലകളിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജോലി മണ്ഡലങ്ങൾക്കകത്തൊരു നിറവിനെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ അതിനെ കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, യേശുവിൻ്റെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് കൃപ മേൽ കൃപ ലഭിച്ചെങ്കിൽ എവിടെയെല്ലാമാണ് ശൂന്യത വ്യാപരിക്കുന്നത് അവിടെയെല്ലാം ആ ശൂന്യത മാറിക്കൊണ്ടൊരു നിറവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചലിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.